കോടതിയുടേത് അമിത അധികാര പ്രയോഗമാണെന്നാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറഞ്ഞത്. പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് അതൊരു പക്ഷേ ശരിയാണെന്ന് തോന്നും. പക്ഷേ ഭരണഘടന കമ്പോട് കമ്പ് വായിച്ചിട്ടുള്ള ഒരാൾക്കും ആ വിധിയിൽ അത്ഭുതം തോന്നേണ്ടതില്ല. സമയപരിധി വച്ച് ഒരു ജോലി ചെയ്യാൻ ഗവർണർ സർക്കാർ ഉദ്യോഗസ്ഥനല്ല. അതാണ് ഭരണഘടന പറയുന്ന കാര്യം. ഗവർണറുടെ ആകെ ജോലി നിയമസഭയും മന്ത്രിസഭയും പാസാക്കുന്ന ബില്ലുകളിലും ഓർഡിനൻസുകളിലും ഒപ്പിടുക എന്നത് മാത്രമാണ്. അതിന്റെ സമയപരിധി എത്രയും പെട്ടെന്ന് എന്നാണെന്നാണ് ഭരണഘടനയിലെ ആ വരികൾ വായിച്ചാൽ മനസ്സിലാകുന്നത്. കയ്യിൽ കിട്ടിയ ബില്ല് ഗവർണർ ഒന്നുകിൽ ഒപ്പിടണം, അതല്ലെങ്കിൽ നിയമസഭയിലേക്ക് മടക്കി അയക്കണം. നിയമസഭ അത് വീണ്ടും പാസാക്കിയാൽ ഒപ്പിടണം. ഇത് രണ്ടുമല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. ഈ 3 കാര്യങ്ങൾ മാത്രമേ ഗവർണറുടെ അധികാര പരിധിയിൽ വരുന്നുള്ളൂ. ഒരു ബില്ലും കൈവശം വയ്ക്കാൻ ഗവർണർക്ക് അധികാരമില്ല. ഗവർണർമാർ ബില്ലുകൾ ഇത്ര സമയത്തിനുള്ളിൽ ഒപ്പിടണമെന്ന് ഭരണഘടന പറയാത്തതിന് ഒരു കാരണമേയുള്ളൂ. ഗവർണർമാരെ ക്ലർക്കുമായിട്ടല്ല ഭരണഘടന പരിഗണിക്കുന്നത്. അവർ ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണ്. ജനായത്ത സഭകൾ പാസാക്കുന്ന ബില്ലുകൾ മനസ്സിരുത്തി വായിച്ച് ഒപ്പിടുകയോ മടക്കുകയോ ചെയ്യാനുള്ള സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. അത് ഗവർണർമാരോടുള്ള ബഹുമാനം കൊണ്ട് ചെയ്തത് എന്നാണ് ഭരണഘടന വായിക്കുന്നവരൊക്കെ മനസ്സിലാകുന്നത്.